2024 കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കുടുംബ സംഗമം സംഘടിപ്പിച്ച ഏതാനും ചില പരിപാടികളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു കാഴ്ച. അതെ, നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഒറ്റ ദിവസമാക്കാൻ പോവാൻ. അതൊക്കെ നിയമാവുന്നുണ്ടത്രേ. അങ്ങനെ ആയിക്കോട്ടെ, അത് പറ്റൂലാണ്. കൊറേ പ്രശ്നങ്ങളില്ല. എന്ത് പ്രശ്നം? മനുഷ്യന്മാരെ സ്വൈര്യക്കേട് ഒരു ദിവസം കൊണ്ടങ്ങ് തീരൂലേ? അതിപ്പോ പാലക്കാട് മാത്രം ഉപതെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചെന്തിനാ എനിക്കറിയോ? എനിക്കറിയാണ്ട. അതെ, അത് കൽപ്പാട്ടിയിലെ രഥോത്സവം ഉള്ളതുകൊണ്ടല്ലേ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടില് തെരഞ്ഞെടുപ്പ് ഒറ്റ ദിവസം നടക്കൂല. അത് രാവിലെ അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടത്തോട് ഇങ്ങനെയൊക്കെയാ ഞാനെല്ലാം കേട്ടു. അത് മാത്രമല്ല, മറ്റനേകം കാര്യങ്ങളുണ്ട്. ഒറ്റ ദിവസമാണ് തെരഞ്ഞെടുപ്പ്. നമ്മുടെ രാജ്യത്തിലെ ഫെഡറൽ സംവിധാനം തന്നെ ധാരാളം. നമ്മൾ ഇന്ത്യക്കാര് വ്യത്യസ്ത ജാതികള്, വ്യത്യസ്ത മതങ്ങള്, ഉപജാതികള്, ഭാഷകള്, വേഷവിധാനങ്ങള്, ഇങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങളുള്ള ജനതയാണ്. ആ ജനതയെ ഭരിക്കുന്ന ഒരു യൂണിയൻ ഗവൺമെന്റ്. അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒറ്റ ദിവസം വരുമോ? തീർച്ചയായും. അപ്പോ തെരഞ്ഞെടുപ്പ് തീയതി നിർണയിക്കുമ്പോഴും ഇതൊക്കെ പരിഗണിക്കട്ടെ. ഉറപ്പല്ലേ? അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയേ വേണ്ടി വരും. അതൊരു കാര്യം. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഏതെങ്കിലും സംസ്ഥാനത്ത് ഭരണം അട്ടിമറിക്കപ്പെട്ടു എന്ന് കരുതണ്ട. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സർക്കാരിന് കേന്ദ്രം പിരിച്ചുവിട്ടല്ലേ? ശരിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ സംസ്ഥാനത്തിന്റെ ഭരണം ഒന്നുകിൽ കേന്ദ്രം ഏറ്റെടുക്കും, അല്ലെങ്കിൽ പുതുതായി തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാർ അധികാരത്തിൽ. അതാണല്ലോ രീതി. അതെങ്ങനെയാ നടക്കുക? ഞാനൊരു കാര്യം ചെയ്യും. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഭരണത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ആ ഒറ്റ ദിവസം വരുന്നവരെ ആ സംസ്ഥാന തെരഞ്ഞെടുക്കല അവിടെ ജനാധിപത്യ ഭരണക്രമം ഉണ്ടാവില്ല എന്നർത്ഥം. കേന്ദ്രം നേരിട്ട് ഭരിക്കൂന്നർത്ഥം. അത് ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ ഉണ്ടായാലോ? അപ്പോ ആ സംസ്ഥാനങ്ങളുടെ ഒക്കെ അധികാരം കേന്ദ്രം ഏറ്റെടുക്കും. അപ്പൊ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകും? ഏകാധിപത്യത്തിലേക്ക് പോകും. ആലോചിക്കണം. ചായ നമ്മുടെ ആലിക്കല്ല വരുന്നേ, പോയാൽ തിരക്കിട്ടാണല്ലോ വരുന്നത്. എന്താണ് രണ്ടീസായിട്ടില്ലേ ഓന് പനിയായി. ഓന് പിടിയെന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സത്യന്റെ പിടിയെന്ന് മരുന്ന് വാങ്ങി കൊടുത്ത് ഓന് കുരുമുളകിന്റെ കഷായം ഉണ്ടായി കൊടുത്ത്. എന്നിട്ടെന്താ? നിങ്ങള് മോള് ഇവിടെ ഇല്ലേ? നമ്മുടെ സുമമോള് മാഷെ വളർന്ന് കിടക്കാണ്. ഒന്നും മിണ്ടുന്നില്ല, വിളിച്ചിട്ട് മിണ്ടുന്നില്ല. മോളെ പനിയായി ഒട്ടും മിണ്ടുന്നില്ല, കണ്ണ് തുറക്കുന്നില്ല. ഓനെന്തോ വരുത്തിട്ട് ഇനി വന്ന് നോക്കുന്നില്ല. നമ്മൾ പോകൂല, നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ട് പോയിട്ടില്ല. ഓന്റെ കിടപ്പ് നമുക്ക് കണ്ടുകൂടാ മാഷെ. ഓളോട് വേഗം വരാൻ പറയും.
വെക്കം വരാൻ തുടങ്ങി. അല്ല, അനിത, പനി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 3 പാലിക്കാക്കി ഒറ്റ മോനാ. 10-11 വയസ്സായെങ്കിലും ചെറിയ മക്കളെ പോലെയാ വളർത്തുക. ഈ പനിയൊക്കെ ഒരു സാധാരണ അസുഖമല്ല മാഷി. പനി പലപ്പോഴും ഒരു രോഗമാണ്, എന്നാൽ പല രോഗങ്ങളുടെ കാരണമാണ്. അപ്പൊ പനിയെ നമുക്ക് അത്ര നിസ്സാരമായി കാണാം. എന്റെ ഒക്കെ ചെറുപ്പത്തിലേ പനി ഉണ്ടായാല് നല്ല കുരുമുളക് കഷായം കുടിക്കാതെ നന്നായി പുതപ്പിട്ട് നന്നായിട്ട് കിടന്നങ്ങോട്ട് മൂടിയാലേ കുറച്ച് കഴിയുമ്പോൾ നന്നായി ആള് വരാറ്. പിന്നെ പനിയൊക്കെ പമ്പ കിടക്കൂ. അന്നൊക്കെ പ്രകൃതി അത്ര ശുദ്ധമായിരുന്നാല് അന്നത്തെ വായുവും വെള്ളവും മണ്ണും ഒക്കെ അണുമുക്തമാണ്. ഇന്ന് അതാണോ സ്ഥിതി? ഇന്നെല്ലാം പൊല്യൂട്ടഡാണ്. ഒരു വട്ടം അതെ, മലിനീകരണം കൂടിയെന്നർത്ഥം. എന്ന് വെച്ചാല് അപ്പൊ അതിന് നിരവധി കാരണങ്ങളുണ്ട്. അപ്പൊ അതിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മളെ ജനസംഖ്യ തന്നെ പണ്ടത്തെക്കാൾ എത്രയോ കൂടി 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 കൂടി. അപ്പൊ അതിനനുസരിച്ച് പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ അളവും കൂടുതലാണ്. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളോ മുമ്പ് ഉപയോഗിക്കാത്ത പല വസ്തുക്കളും. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക്. കുട്ടികളൊക്കെ ചെരുപ്പ്, ബാഗ്, കളിപ്പാട്ടോ, ശിശിക്കോ, പ്ലാസ്റ്റിക് തന്നെ അത് നശിക്കാതെ ഏറെ കാലം മണ്ണിലങ്ങനെ കിടന്നു. മാത്രമല്ല, അത് കെട്ടിക്കിടന്ന് അതിനകത്ത് വെള്ളം തങ്ങി അതിനകത്ത് കൊതുകും വളരും. അത് ശരിയാ. മാത്രമല്ല, ഇപ്പൊ നമ്മളെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കനുസരിച്ച് എല്ലാ സൗകര്യവും വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ വെച്ചപ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരു രോഗാണു ഉണ്ടെങ്കിൽ അത് അതിശീഘ്രം മറ്റു പ്രദേശങ്ങളിലെത്തും. അതല്ലേ നമ്മുടെ കൊറോണ ഉണ്ടായ സമയത്ത് ചൈനയിൽ നിന്ന് നേരിട്ട് വിമാനം കയറി എത്തിയതല്ലേ? തീർച്ചയായും നമ്മുടെ ശുചിത്വ ബോധവും ഇതിന് കാരണമാണ്. നമ്മൾ ശുചിത്വം ഇല്ലായ്മയുണ്ട്. പിന്നെ പണ്ടൊക്കെ നമ്മൾ പറമ്പിലുണ്ടാക്കിയ പച്ചക്കറി ഇല്ലായിരുന്നു കഴിക്കല്. ധാരാളം പച്ചക്കറി ഉണ്ടാക്കി കഴിക്കായിരുന്നു. ഇപ്പോഴും ഇപ്പൊ എന്താ സ്ഥിതി? വിഷടിച്ച പച്ചക്കറിയല്ലേ നമ്മൾ വാങ്ങി കഴിക്കുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുന്ന പച്ചക്കറികൾ, വെണ്ട, കയ്പ, വെള്ളരി, അങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ വസ്തുക്കളും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന പച്ചക്കറികളെ ഇതൊക്കെ വലിയ തോതിൽ വിഷലിപ്തമാണ്. മാത്രമല്ല, നമുക്ക് ഉപയോഗിക്കണമെങ്കിലോ ധാരാളം വെള്ളത്തിൽ കഴുകണം. അതുപോലെ വിനാഗിരി പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പലതവണ കഴുകിയാൽ ഉപയോഗിക്കാൻ തന്നെ പറ്റും. നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറിയുടെ സ്ഥിതി ഒക്കെ തന്നെയാ. എങ്ങനെ ഉണ്ടെങ്കിലും അതിലൊക്കെ വിഷവും മായൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ മണ്ണിലൊന്നും ഉണ്ടാവില്ലാതെ. നായര് പറഞ്ഞതിൽ കാര്യം. കാരണം നമ്മുടെ മണ്ണൊക്കെ അത്രയും നമ്മൾ മലീമസപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ കാരണക്കാരാണ് നാം തന്നെയാണ് ഇതിന്റെ കാരണക്കാർ. അതുകൊണ്ട് മലിനീകരണം ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു വാർത്ത ഓർമ്മ വരികയാണ്. എന്തായിരുന്ന വാർത്ത? ഇതൊക്കെ ഓർമ്മയുണ്ട്. എവിടെ? പിന്നെ ആ ഒരു കുളത്തിലെ കുറെ കുട്ടികളെ കുളിച്ചിട്ട് തലച്ചോറെന്തോ ബാധിച്ചു, കുറച്ച് കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. ശരിയാണ്. ഒരു തരം അമീബ മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെ ഉള്ളിൽ കയറി ഉണ്ടാവുന്ന ഒരു തരം മസ്തിഷ്ക ജ്വരം. അപ്പൊ കുളിക്കുന്നതിന് നല്ല ശ്രദ്ധ വേണം അല്ലേ? എന്താണ് സംശയം? കുളിക്കുന്നതിൽ മാത്രമല്ല, കുളിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിൽ ഏറെ ശ്രദ്ധ വേണ്ട കാലമാണ്. ഏത് വെള്ളം കുടിക്കുന്നതിലും ഒക്കെ ശ്രദ്ധിക്കണം. എല്ലാത്തിനും നമ്മൾ ശ്രദ്ധിക്കണം. അത്രയും മലീമസമാണ് ഇന്നത്തെ ലോകം. നമ്മൾ വളരെയേറെ ശ്രദ്ധ വേണം. ഒരു കുപ്പി വെള്ളേ. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ ജില്ലയിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോൾ അത് മാത്രമല്ല, ഇപ്പൊ തൊട്ടടുത്ത് നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്. ഒരു കല്യാണ വീട്ടില് എല്ലാരും ഐസ്ക്രീം കഴിക്കും. 500 പേരാണ്. ഐസ്ക്രീം ശ്രദ്ധിച്ചോളൂ. മൂന്നെണ്ണൊക്കെയാ കേൾക്കൂ. 500ഓളം പേരാണ് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് മാത്രം മഞ്ഞപ്പിത്തം ബാധിച്ച് ആശുപത്രി. മാത്രമല്ലാതെ നമ്മുടെ മെഡിക്കൽ കോളേജിലെ കുറെ ചെറുപ്പക്കാരെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചതിന് വാർത്തയുണ്ട്. മോളെ എന്താ മോളെ മോനെ? അച്ഛാ അവസ്ഥ
പണ്ടൊന്നും അത്ര മാരകമായിരുന്നില്ല. അന്നൊക്കെ കുറച്ച് മരുന്ന് നല്ല വിശ്രമം ഉണ്ടെങ്കിൽ മാറുന്നൊരു അസുഖം തന്നെയായിരുന്നു മരുന്ന്. അതെ, ഒക്കെ ചെറുപ്പത്തിലേ നമ്മളെന്തോ ഒരു ചെടി ഉണ്ടല്ലോ, ഒരു അരച്ചു ഉരുട്ടി തരുന്ന അതാണ് വൈദ്യന്മാരൊക്കെ തരുന്നത്. അതൊക്കെ അന്നത്തെ കാലം വെച്ചാ. ഇന്ന് കഥ വേറെയാണ്. ഇന്ന് മഞ്ഞപ്പിത്തം പല ജാതിയുമുണ്ട്. അത് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, അങ്ങനെ അങ്ങനെ. ഇതൊക്കെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വളരെ പെട്ടെന്ന് പകരുന്നതുമാണ്. ഇതിന്റെ തന്നെ ചില വേരിയന്റ്, ഈ വൈറസിന്റെ ചില വേരിയന്റുകളാണ് മരണനിരക്ക്. അതെ, അതായത് രോഗാണുക്കളുടെ വകഭേദം തന്നെ. അതാണ് മരണനിരക്ക് ഇത്രയും കൂടാൻ കാരണമെന്നാണ് പഠനം തെളിയിക്കുന്നത്. പ്രകൃതി ശുചിത്വം തന്നെയാണ് അതിന്റെ പ്രകൃതി. അതായത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ഐസ്ക്രീം, ഈ ജ്യൂസുകള്, നിറമുള്ള തണുത്ത പാനീയങ്ങൾ, ഇവയൊക്കെ പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. അപ്പൊ എവിടേക്ക് പോകുമ്പോ ഒരു കുപ്പി വെള്ളം കരുതുക, ഇത് മാത്രം രക്ഷ. അതുകൊണ്ടും ഒരു രക്ഷയുമില്ല അച്ഛാ. കാരണം ഇന്ന് പല കൂട്ടരും കുടിവെള്ളം കുപ്പിയിലാക്കിയിട്ട് വിപണിയിൽ ഇറക്കുന്നുണ്ട്. അതൊക്കെ വേണ്ടത്ര ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയാണോ, സീൽ ചെയ്താണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ല, ഇതൊക്കെ സാമാന്യ ജനം അറിയിക്കേണ്ടത് നമ്മളെപ്പോലുള്ള സംഘടനകൾ, ശുചിത്വ സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ സർക്കാരിനെ പോലെ തന്നെ ബാധ്യത. ശീലം പാലിക്കണം, ശുചിത്വം വേണം, കൈ കഴിക്കണം, ശുചിത്വം പാലിക്കണം, ശുചിത്വം പാലിക്കണം. നല്ലൊരു ചായ നമുക്ക് അതിലും തീരെ കുറച്ചല്ല, നല്ലത് അടിപൊളി ചായ നമുക്ക് വേണ്ടെന്ന് ഇവിടെ സന്തോഷം കൊണ്ട് പറഞ്ഞാൽ എന്തൊക്കെയോ ചില പണികളൊക്കെ എടുത്ത് ആരൊക്കെ വിളിച്ച് വരെ വിളിച്ച് ഒരാള് മിണ്ടുന്നുണ്ട്, കണ്ണ് തുറക്കുന്നുണ്ട്. പിന്നെ നോക്കണ്ട, നമുക്ക് എന്താ സന്തോഷം. ആയിട്ടോ സുഖാക്കി അതൊക്കെ സുഖായ പിന്നെ നമ്മള് ആശുപത്രി കൊണ്ടുപോയില്ലല്ലോ. ഒരിക്കലും നിങ്ങൾ അതിനെ വിചാരിക്കേണ്ടി. ഇതൊരു താൽക്കാലികമായ ശമനം മാത്രമാണ്. നമുക്ക് ഉടനെ തന്നെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. നമുക്ക് പോകില്ലേ, നമുക്ക് പോകില്ലേ. ശരി, പോവുക. ശുചിത്വബോധമുണർത്തുക നാം ജീവിത സൗഖ്യം നേടാം. വിഷം. കഥ വേണമെന്നൊരു വാശി കാട്ടിയാൽ കണ്ണേ കഥയെന്താവും, എൻ്റെ കഥയും കഴിയാറായി. എന്നും ഉച്ചയ്ക്കും പിന്നെ അത്താഴ സമയത്തും നിന്നെയൂട്ടുവാൻ കഥയില്ലാതെ വയ്യെന്നായി. കുഞ്ഞേ, നിൻ ശരീരത്തിനാഹാരമെന്ന പോലെ കുഞ്ഞു മാനസത്തിനു പോഷണമത്രേ കഥ. അറിയാമിവയെനിക്കെങ്കിലും കുരുന്നേ, നീ അറിയാനായിട്ടെന്തു കഥ ഞാൻ മൊഴിയേണ്ടു. ധർമ്മരക്ഷോപാധി യുദ്ധമെന്നോതി എല്ലാം അധർമ്മമായി തീരുന്ന സങ്കരകഥകളോ അഭിമാനിയോടേൽക്കാൻ കഴിവില്ലാതെ മഹാരഥന്മാർ ചതി ചെയ്തു നേടുന്ന വിജയമോ. മാനവ വിമോചനം മതത്തിലൂടെ മാത്രമെന്നു ചൊല്ലുന്ന മതഭീകര കഥകളോ. ശിഖരും ഹിന്ദുക്കളും മുസൽമാന്മാരും തമ്മിൽ തലകളറുത്തിട്ട്
പാപത്തിൻ കഥകളോ. ഉടമയടിമയെന്നിങ്ങനെ മനുഷ്യർ തന്നിടയിൽ വിഭജനം സൃഷ്ടിച്ച കഥകളോ. കത്തിയും കഠാരയും കയ്യേന്തി നഗരത്തിൽ മതഭീകരർ നിണം ചൊരിഞ്ഞ കഥകളോ. പെണ്ണെന്ന കാരണത്താൽ കയ്യേറ്റം ചെയ്യപ്പെടും കണ്ണീരിൻ കഥകൾ ഞാൻ എങ്ങനെ ഉരയ്ക്കേണ്ടു. സ്വാതന്ത്ര്യം ലഭിക്കുവാൻ ജന്മഭൂമിയെ രണ്ടു ഖണ്ഡമായി പകുത്തിട്ട രാഷ്ട്രീയ കഥ വേണോ. മനുജർ സഹചർ തൻ ചോരമോന്തുന്ന നാടിൻ കഥ ചൊല്ലണോ. വേണ്ട, വിഷമാണവയെല്ലാം. മനുജർ സഹചർ തൻ ചോരമോന്തുന്ന നാടിൻ കഥ ചൊല്ലണോ. വേണ്ട, വിഷമാണവയെല്ലാം.